ഹായ് ഫ്രണ്ട്സ്, സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഒരു മസനഗുഡിയിലേക്കുള്ള ഒരു യാത്രയിലെടുത്ത ഒരു വീഡിയോ പകർപ്പാണിത്. നോക്കിക്കേ, റോഡുകളൊക്കെ എന്ത് ഭംഗിയുള്ള റോഡുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ റോഡ് നമ്മുടെ കേരളത്തിലുണ്ടോ? എനിക്കറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം. എന്തായാലും ചുറ്റുപാടുള്ള പ്രകൃതി സുന്ദരമായ നിമിഷങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര എൻജോയ് ചെയ്യുന്നത്. എന്താന്ന് നോക്കിക്കേ, ഇതിൻ്റെ റോഡ് സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് കുരങ്ങന്മാരും അതുപോലെ നമ്മൾ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വീഡിയോ പകർത്തിയത് കേട്ടോ. കാരണം വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കൊന്നും വണ്ടികൾ അങ്ങനെ അധികമായിട്ട് നിർത്തിയിടുന്നത് കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഒരുപാട് മൃഗങ്ങൾ അതിലെ കൂടെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നൊരു സ്ഥലമായതുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ വണ്ടി റണ്ണിങ്ങിൽ തന്നെയാണ്. അപ്പം ആ ഒരു മരത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ വെള്ളക്കുരങ്ങൾ, എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാണുന്ന കുരങ്ങന്മാരെക്കാളിലൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വെള്ളക്കുരങ്ങന്മാരായി മരം മൊത്തം കേട്ടോ. നോക്കിക്കേ, ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഇലകളൊന്നും അധികം ഇല്ല. ഇതെല്ലാം കടിച്ചു പറിച്ച് നിലത്തങ്ങ് ഇട്ടിട്ട് ചുറ്റുപാടൊക്കെ മൊത്തം കുരങ്ങന്മാരാ. പക്ഷെ ഈ ഒരു മരത്തിൽ മാത്രം ഒരുപാട് കുരങ്ങന്മാര്, വെള്ളക്കുരങ്ങന്മാരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ സൈസ് കുരങ്ങന്മാരെ കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള കുരങ്ങന്മാരെ. അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന, നല്ല അതിൻ്റെ വെള്ള കളറെന്ന് പറയുമ്പോൾ തനി വെള്ള, അല്ലാതെ അത് മണ്ണിനകത്ത് കിടന്ന് ഉരുണ്ട് അങ്ങനത്തെ ഒരു കളറൊന്നുമല്ല കേട്ടോ. തനി വെള്ള കളറാണ്. അതിന് ശേഷം നമ്മളിങ്ങനെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട്, അതുപോലെ മയിലുകൾ ഒക്കെ ഉണ്ട്. എന്നാലും സുന്ദരമായ ആ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട്. അതുകൊണ്ടാണ് നോക്കി, ഒരു മരം മൊത്തം ചുമന്ന കളറില്, നല്ല ഫ്ലവറുകളെല്ലാം, നല്ല ചുമന്ന പൂക്കൾ കേട്ടോ. ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇല കാണില്ല, പക്ഷെ ഒരുപാട് നിറച്ചൊരു റെഡ് കളറിലെ പൂക്കൾ. എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്ലവർ ആയിരിക്കും തോന്നുന്നു. റോഡ് സൈഡിലൊക്കെ ആ ഒരു ചെടിയാണ് ഒന്ന് വെച്ച് അവർ വളർത്തുന്നതെന്ന് തോന്നുന്നു. ഈ പുളിമരമൊക്കെ പോലെ ഒരു നമ്മൾ ഈറോഡ് ഭാഗം, ആ ഭാഗത്തൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് റോഡ് സൈഡുകളിലൊക്കെ ഈ പുളിമരങ്ങളാണ് ഏറ്റവും കൂടുതൽ. തൃച്ചി ആ ഭാഗങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വമ്പൻ മരങ്ങളായിരിക്കും റോഡ് സൈഡിലൊക്കെ വെച്ച് പിടിപ്പിച്ചിരുന്നത്. അത് പുളിമരങ്ങളാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെയാണ് തോന്നുന്നു ഇവിടെ കുറേ ആ ചുമന്ന പൂവുള്ള മരം റോഡ് സൈഡിൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുകൊണ്ടോ, വീഡിയോ കണ്ടപ്പോഴത്തേന് എന്താ തോന്നുന്നത്? ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കാൻ തോന്നുന്നുണ്ടോ? എന്താ രസമെന്നറിയാവോ? അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഇങ്ങ് പോയി കാണും. ജീവിതത്തിൽ നമുക്ക് സുന്ദരമായ നിമിഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. അപ്പം അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാനായിട്ട് പറ്റുമെങ്കിൽ ജീവിതത്തിൽ എന്താ പല കാര്യങ്ങളും, ടെൻഷൻ അങ്ങനത്തെ പോലുള്ള പല കാര്യങ്ങളും നമ്മൾ മറന്ന് ശരിക്കും ട്രാവല് നല്ലവണ്ണം നമ്മൾ യാത്ര എൻജോയ് ചെയ്യും. അതിനൊരു മാറ്റവും ഇല്ല കേട്ടോ. അത്ര സുന്ദരമായ നിമിഷങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കാണാൻ കഴിയൂല്ലേ. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ സ്ലോ ചെയ്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കാഴ്ചകളൊക്കെ അവരും വീഡിയോയിൽ പകർത്തുന്നുണ്ടാവാം. ഇനി പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ, അതോ ഇതിന് ചേഞ്ചസ് വരുമോ? എന്തായാലും മനസ്സിൽ ഒരുപാട് സന്തോഷമായിട്ടുള്ളൊരു യാത്രയായിരുന്നത്. അതിലുപരി നമ്മൾ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളൊക്കെയാണിത്. അത് ഭയങ്കര എന്താ പറയുക, ലൈഫിലൊക്കെ ശരിക്കും മിസ് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊരു സ്ഥലമാണ് നമ്മുടെ മസനഗുഡിയിലേക്കുള്ളൊരു യാത്ര. അപ്പം നെയ്യാർ ഡാം ആ വഴിയാണ് ഉള്ളത് കേട്ടോ. എന്തായാലും നിങ്ങൾ നോക്കിക്കുക, എന്താ രസം ഒന്ന് നോക്കിയാൽ എന്താ ഭംഗി. നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും അങ്ങ് ദൂരെ പോകുന്ന വണ്ടികൾ വരെ നമുക്ക് കാണാൻ കഴിയും. അത്രയ്ക്കും നല്ല നല്ല റോഡും
അതുപോലെ പരിസരമൊക്കെ ആണെങ്കിലും ഒരു പ്ലാസ്റ്റിക്, നമ്മുടെ കേരളത്തിലൊക്കെ അധികമായിട്ട് പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളൊക്കെ അവിടെ അവിടെയൊക്കെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണും. പക്ഷേ ഇവിടങ്ങളിൽ ഒരു കവറോ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലോ അങ്ങനെയുള്ള വെള്ളക്കുപ്പികളോ അങ്ങനെയൊന്നും ആരും ഉപേക്ഷിച്ചതായി കണ്ടിട്ടില്ല. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ ഒരു പരിസരം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്താ രസമെന്നറിയാവോ സ്ഥലമൊക്കെ കാണുമ്പോൾ. ഒരു ശരിക്കും പറഞ്ഞൊരു 5:30 ആ ടൈമിലൊക്കെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ പകർത്തുന്നത്. പക്ഷെ എന്താ നോക്കിക്കേ, എന്താ രസമല്ലേ, നിങ്ങൾ കണ്ടു നോക്ക്. അപ്പം ഞാൻ പറയുന്നേക്കാളും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ റോഡാണ്. അപ്പം അവിടെ നിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സൈഡ് കൊടുത്ത് മാറ്റി ഒന്ന് സ്ലോ ചെയ്ത് മാറ്റിയിടേണ്ടി വരും. അത്രയ്ക്കുള്ള ചെറിയൊരു റോഡാണ്. പക്ഷെ ഒരു പറയാൻ വാക്കുകളില്ല, അത്ര ഭംഗിയുള്ള. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.